ഇരുന്നപ്പോഴത്തേന്. കാരണം എന്നാന്ന് വെച്ചാൽ കാരണം കുറേ നാൾ യൂട്യൂബിലൊന്നും അങ്ങനെ വീഡിയോസൊന്നും ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇനി വീഡിയോസൊക്കെ റെഗുലറായിട്ട് ചെയ്യണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ കുറേ നാളായിട്ട് ഞാൻ വീഡിയോസ് ഇടാത്ത കാര്യം എന്നാന്ന് ചോദിച്ചാൽ പേയ്മെൻറ്റ് കയറി തുടങ്ങിയപ്പം ഇവിടുത്തെ ടാക്സും കാര്യങ്ങളൊക്കെ ഇഷ്യൂസിൻ്റെയൊക്കെ പ്രശ്നം കാണാം. അതിനെപ്പറ്റിയൊന്നും കറക്റ്റായിട്ടല്ല. കാരണം നമ്മൾ പലരോടും ചോദിക്കും, പലതാണ് പറയുന്നത്. ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷേ എനിക്കിനി ഇപ്പം കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ പതിയെ ചാനൽ പതിയെ എന്തിനാണ്, കാരണം ഞാനത് ഒത്തിരി കഷ്ടപ്പെട്ടാണ്, അതിൻ്റെ പുറകിൽ ഒത്തിരി കഷ്ടപ്പെട്ടാണ് മോണിറ്റൈസേഷൻ ആവാനും പിന്നെ അതുപോലെ അത്രയധികം വാച്ച് ടൈമും പിന്നെ കുറേ വീഡിയോസ് വൈറലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് പേയ്മെൻറ്റ് വരുന്നതും. ഈവൻ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ചെയ്യാതിരുന്നപ്പോഴും എനിക്ക് പേയ്മെൻറ്റ് കയറുന്നുണ്ടായിരുന്നു. വലിയ എമൗണ്ടൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം എനിക്ക് മന്ത്ലി ഉള്ള അത്യാവശ്യം നമ്മുടെ എക്സ്പെൻസൊക്കെ ചെയ്യാനായിട്ടുള്ള പേയ്മെൻറ്റൊക്കെ നമുക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോ എന്തൊക്കെയായാലും ചാനൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഇവിടെ ജൂലൈ ഒക്കെ ആയല്ലോ. ഞാൻ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് ചെറിയ കൃഷികളൊക്കെ ചെയ്തായിരുന്നു. എന്നെക്കാളും ഒത്തിരി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒട്ടും ഇതല്ല, പ്രത്യേകിച്ച് അതിനൊന്നും ഒരു വളമൊന്നും ചെയ്തില്ല. അതിൽ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓഫിൻ്റെ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹില്ലർ ഗാർഡനിൽ പോയായിരുന്നു. പനമ്പറയിലുള്ള നേഴ്സറിയാണ്. അപ്പം ദേ അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ, വാഴ തൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് തരം വാഴയാണെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. എനിവേ 21 പൗണ്ട് സംതിങ് ആണ് അതിൻ്റെ. പക്ഷേ നമുക്ക് ഈ കൺസർവേറ്ററി പോലുള്ള ഒക്കെ ഒരു സൗകര്യം നമ്മൾ താമസിക്കുന്ന വീടിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാങ്ങിച്ചു വെക്കാം കേട്ടോ. എനിവേ ഇതൊരു ഭയങ്കര അത്ഭുതം. കാരണം പല പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുള്ള, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വാഴ ഇവിടെ കാണുന്നത്, വാഴത്തയ്യം. അപ്പം അവിടെ ജസ്റ്റ് ചോദിച്ചപ്പോഴത്തേന് അവർ പറയുമായിരുന്നു ഇത് വാങ്ങിച്ച് കൊണ്ട് വെക്ക് എന്നൊക്കെ, നിങ്ങൾ ഇന്ത്യൻസ് ഇത് യൂസ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു. എനിവേ നിങ്ങൾക്ക് ആരെങ്കിലും വാഴത്തൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാൻബറി ഹില്ലർ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഞാനൊരു വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞല്ലോ. അത്ര വലിയ എന്താ പറയുക പച്ചക്കറിയൊന്നുമില്ല. ഇത് ഇതേ മിൻറ്റ് ലീവ്സാണ്. ഒരു ചെറിയ ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ച ചെറിയൊരു കമ്പ് ഇങ്ങനെ നട്ട് വളർത്തിയതാണ്. അത് ഇപ്പം ദേ പടർന്ന് പന്തലിച്ച് ഭയങ്കര പൂവും അതുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇഷ്ടം പോലെയുണ്ട്. അപ്പം ചില സമയം മിൻറ്റ് ടീ കുടിക്കണമെന്ന് വയ്ക്കുമ്പം അടിപൊളി നല്ല ഫ്രഷ് മിൻറ്റ് പറിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ നല്ല ചൂടായിരുന്നപ്പോഴത്തേന് ഞാൻ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു വിത്ത് സോഡയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത്തിരി ലെമണൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഇത് നിൽക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും മനസ്സിലായത് എന്താണെന്ന്? ഇത് പൊട്ടറ്റോ കേട്ടോ. വാങ്ങിച്ച് വെച്ചിട്ട് ഇത് പെട്ടെന്ന് മുളയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അപ്പോൾ 2-3 ഉണ്ടായിരുന്നു മുള വന്നത്. അതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ നട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കിളുത്ത്. പിന്നെ അതിൽ ഏകദേശം അതിലൊരു കിഴങ്ങ് നല്ലവണ്ണം കാണുന്നുണ്ട്. ഉരുളക്കിഴങ്ങിന് ഒത്തിരി ഒന്നും ഇതില്ലെന്നാണ് പറയുന്നത്. ഒരു 3-4 മാസങ്ങൾ കൊണ്ട് നമുക്കത് വിളവെടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് തക്കാളിയുടെ മൂടാണ്. ഇതിൽ നിന്ന് കുറേ ഇത് പക്ഷേ എന്താണെന്നറിയത്തില്ല, ആ ഇലയ്ക്കൊരു മുരടിപ്പ് പോലെ വന്നായിരുന്നു. കാരണം ഇവിടെ കുറേ ഇങ്ങനത്തെ ഈ പ്രാണിശല്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര പാടാണ്. ഇനിയിപ്പം കുറേ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനിയിപ്പം ഓൾറെഡി ഇപ്പോൾ സെപ്റ്റംബർ ആയില്ല, തണുപ്പ് തുടങ്ങി. ഇനിയിപ്പോൾ ഇത് എന്തുമാത്രം നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടുമെന്നറിയത്തില്ല. കൊല പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഈ സാലഡ് ടൊമാറ്റോയാണ്. 3 തരം ടൊമാറ്റോ ഞാൻ വെച്ച് പിടിപ്പിച്ചായിരുന്നു. കാണാൻ ഇതിനൊന്നും പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ ബാൻബറിയിൽ ഹില്ലർ ഗാർഡനിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് ഓൾ പർപ്പസ് സോയിലാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. പ്രത്യേകിച്ച് അവിടെ നമുക്ക് ചെടികൾക്ക് പ്രത്യേകം, അതുപോലെ വെജിറ്റബിൾസിന് പ്രത്യേകം, അങ്ങനെ സോയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാത്തിനും ഒരുമിച്ച് യൂസ് ചെയ്യാമെന്നോർത്താണ് ഒരേ ഇത് വാങ്ങിച്ചത്. പിന്നെ ദേ കാന്താരി ഇത് കാന്താരിയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒത്തിരി അങ്ങോട്ട് ഒരു പർപ്പിൾ കളറിലുള്ളതാണ്. കുറേ പറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും പറിക്കാറായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞാനവിടുത്തെ കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ട് വെള്ളം ഇടാമെന്ന് വിചാരിച്ചു.
എന്തൊക്കെയാണെങ്കിലും നമുക്ക് സന്തോഷമല്ലേ. കാരണം നമ്മൾ നട്ട് വളർത്തി അത് ചെറുതാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു പ്രാവശ്യം നമ്മൾ പറിച്ച് കറിയൊക്കെ വെക്കുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഇത് പിന്നെ ഞങ്ങൾ ആദ്യം ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നപ്പം തന്നെ വാങ്ങിച്ചൊരു സ്ട്രോബെറിയുടെ തൈയായിരുന്നു. അത് ആ സീസണിൽ തണുപ്പ് കഴിഞ്ഞപ്പം പോകുമെന്നാണ് ഓർത്തത്. പിന്നെയാണ് മനസ്സിലായത് സ്ട്രോബെറി പിന്നെയും പൊട്ടിക്കിളുക്കുമെന്ന്. തണുപ്പത്ത് ഫുള്ള് അതിൻ്റെ ചെടി ഒന്നും കാണുന്നില്ലായിരുന്നു, ഒരില പോലും കാണാത്തായിരുന്നു. ഈ വർഷം അതിൽ കുറേ സ്ട്രോബെറി പറിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഒച്ചിൻ്റെയൊക്കെ ശല്യം കാണാൻ ഞാനതിങ്ങനെ ആ ഒരു മരത്തെ തൂക്കിയിട്ടും അപ്പം എന്തേ അവിടുന്ന് കുറേ തൈകൾ ഇങ്ങനെ പൊട്ടിക്കിളുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേന് അപ്പം ഇതാണ് ഇനി നമ്മൾ മുളയായിട്ട് നമുക്ക് ചെറിയ ചെറിയ പോട്ടുകളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഓരോ സ്ട്രോബെറി തൈയാക്കി മാറ്റാമെന്ന് കണ്ടു. അതിനി പതിയെ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു 5-8ഓളം തൈകൾ നമുക്കിതിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ. പിന്നെന്താണ്, അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്ട്രോബെറി എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ നഴ്സറി പോയെന്ന്. അപ്പം കണ്ടപ്പം ഇത് ആർക്കെങ്കിലും മനസ്സിലായോ എന്താന്ന്? നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ കാലത്ത്, അതായത് പഴയ ഈ വീടുകളിലൊക്കെ തീർച്ചയായിട്ടുള്ളൊരു ചെടിയായിരുന്നിത്. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതിൻ്റെ സ്മെല്ല്, ആ ഒരു ഫ്രാഗ്രൻസ്, ആ പേരിൽ തന്നെയാണ് ഇത് അറിയുന്നത്. അപ്പം പിന്നെ എനിക്ക് കുറേ അന്തൂറിയ ഇപ്പം 2 ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം വെള്ള കണ്ടപ്പം വെള്ളയും കൂടെ വാങ്ങിച്ചു. പിന്നെന്താണ്, ഇത് പക്ഷേ ഞാൻ മോറിസണിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഇൻ ബിറ്റ്വീൻ മോറിസണിൽ ഒന്ന് കയറിയായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണിത്. അപ്പം ഇപ്രാവശ്യം ഇനിയിപ്പം ചെറിയ പോട്ടെല്ലാം വാങ്ങിച്ചെല്ലാം ഫില്ലായായിരുന്നു. കഴിഞ്ഞ ദിവസവും ഏട്ടൻ കുറേ പ്ലാന്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ചെറിയ പോട്ടിൽ തന്നെയാണ് ഞാൻ വെച്ചത്. പിന്നെ ഇത് വേണ്ട ബ്രിഞ്ചലാണ്. ഇതിൽ നിന്ന് നേരത്തെ കഴിഞ്ഞ ആഴ്ച ഞാനിപ്പം ആദ്യത്തെ ഒരു ബ്രിഞ്ചൽ പറിച്ചായിരുന്നു. അതൊരു അത്യാവശ്യം നല്ല ഒരു വെള്ളരിക്കയുടെ വലിപ്പം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നല്ല തീയിലുണ്ടാക്കി അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരെണ്ണം കൊണ്ട് തന്നെ നല്ല കുറേ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അരിഞ്ഞു വന്നപ്പോഴത്തേനും പിന്നെ വീണ്ടും ഇഷ്ടംപോലെ അതിൽ 3-4 കായുണ്ട് കേട്ടോ. ഇതെല്ലാം പറിച്ചെടുക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. പിന്നെന്താണ് വിശേഷമെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളതാണ്. പിന്നെന്താണ്, ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ പിന്നെ ഞാൻ ആ കർട്ടനൊക്കെ മാറ്റിയിട്ട് ഓഫുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഇരിക്കും. കാരണം നമുക്ക് ആ പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഇപ്പം പിന്നെ ആ വെള്ള അന്തൂറിയവും പിന്നെ ഇതൊരു യെല്ലോയിഷാണ്, അതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതുപോലെ ഓർക്കിഡാണെന്നെങ്കിൽ നല്ല പൂവുണ്ടായിരുന്നു. പിന്നെ ആ പൂവെല്ലാം പൊഴിഞ്ഞു പോയി, പൊട്ടിക്കിളുക്കുന്നുണ്ട്. പൂ വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മണിപ്ലാന്റുകളാണ്. മണിപ്ലാന്റുകൾ ഇത് കണ്ടോ. ഇപ്പം ഇതെല്ലാം വളർന്ന് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇത് കിച്ചണിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മണിപ്ലാന്റ് എല്ലാം ഇതാകുന്നത് ഏട്ടാണ്. പിന്നെ ഈ താരത്തിനെ ആർക്കെങ്കിലും മനസ്സിലായോ? ഇതെന്താവുമെന്ന് അറിയത്തില്ല. ഏതായാലും ഇത്രയും വരെ വളർന്നിട്ടുണ്ട്. ഇത് വലിയ ചട്ടിയിലേക്ക് മാറ്റണം. പക്ഷെ നമുക്ക് ഇനിയിപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റത്തില്ല. വളരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ ഇത് അടുക്കളയിലുള്ള ഒരു ചെറിയ മണിപ്ലാന്റാണ്. അതിന് ചെറിയൊരു കേടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പം മാറി വരുന്നു. പിന്നെന്താണ്, നമുക്കിങ്ങനെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉള്ളപ്പോഴത്തേനും നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് വരുന്നത് കേട്ടോ. നല്ല രസമാണ്. അപ്പം ഇതാണ് ഞങ്ങൾ നേരത്തെ പറിച്ചു വെച്ച കുറച്ച് തക്കാളിയും പിന്നെ ആ ഒരു വഴുതനങ്ങയാണ്. ഇതായിരുന്നു അതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പ്. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കറി തന്നെ അത് വെച്ച് ചെയ്തു. പിന്നെന്താണ്, ഇത് കുറേ പച്ചത്തക്കാളിക്ക് പറിച്ചു വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് മുളകും പിന്നെ സാലഡ് തക്കാളിയൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്